ഒരു മഴയുള്ള രാത്രി, രണ്ട് അപരിചിതർ, ഒരപ്രതീക്ഷിത കൂടിക്കാഴ്ച. ഒരൊറ്റ രാത്രി മാത്രമെന്ന് കരുതി അവർ ഒരുമിച്ചു. പക്ഷേ പുലരി വന്നപ്പോൾ അവർ അറിഞ്ഞില്ല, ആ ഒരു രാത്രി അവരുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ പോകുകയാണെന്ന്. വെൽക്കം ടു അവർ സ്റ്റോറി, വൺ നൈറ്റ് സ്റ്റാൻഡ്. നമ്മുടെ കഥാപാത്രങ്ങളെ പരിചയപ്പെടാം. നായിക ഇഷാനി മേനോൻ, അച്ഛൻ രാജീവ് മേനോൻ, അമ്മ ദീപ രാജീവ് മേനോൻ. ഫിയോൻസെ രാഹുൽ വർമ്മ, അച്ഛൻ ശ്രീനാഥ് വർമ്മ, അമ്മ സീത ശ്രീനാഥ് വർമ്മ. അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയാണ്. മറ്റ് കഥാപാത്രങ്ങൾ: രാഹുലിൻ്റെ മുത്തശ്ശൻ രാജശേഖര വർമ്മ, ഇഷാനിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അനഘ നായർ, ശ്രീനാഥ് വർമ്മയുടെ ആദ്യ ഭാര്യ മീര ശ്രീനാഥ് വർമ്മ. കോളേജ് കാലം മുതൽ തുടങ്ങിയ സൗഹൃദമായിരുന്നു ഇഷാനിയും അനഘയും തമ്മിലുള്ളത്. എല്ലാ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ഒരുമിച്ച് നിന്നവർ. ഇഷാനിക്ക് അനഘ വെറും ബെസ്റ്റ് ഫ്രണ്ട് മാത്രമല്ലായിരുന്നു, സ്വന്തം സഹോദരിയെ പോലെ. അങ്ങനെ ഒരു ദിവസം കോളേജിലെ ക്യാമ്പസിൽ വെച്ചായിരുന്നു രാഹുൽ ഇഷാനിയോട് തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞത്. ആദ്യം ചെറിയൊരു മടിയുണ്ടായിരുന്നെങ്കിലും അനഘയുടെ പ്രോത്സാഹനവും രാഹുലിൻ്റെ കരുതലും കണ്ടപ്പോൾ ഇഷാനിയും ആ ബന്ധം സ്വീകരിച്ചു. അന്നു മുതൽ അവരുടെ പ്രണയം പരസ്യമായൊരു രഹസ്യമായി. വർഷങ്ങൾ കടന്നു പോയപ്പോൾ അവരുടെ ബന്ധം കൂടുതൽ ശക്തമായി. ഒടുവിൽ ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടെ ഇഷാനിയുടെയും രാഹുലിൻ്റെയും വിവാഹം ഉറപ്പിച്ചു. എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിന്നത് അനഘയായിരുന്നു. എൻഗേജ്മെൻറ്റ് ദിവസങ്ങൾ അടുത്തെത്തിയപ്പോൾ ഇഷാനി തിരക്കുകളുടെ നടുവിലായി. ഓഫീസിലെ ജോലി, ഷോപ്പിംഗ്, ക്ലയൻറ്റ് മീറ്റിങ്ങുകൾ എല്ലാം ഒരുമിച്ച് വന്നപ്പോൾ അവൾ അനഘയെ സഹായത്തിനായി വിളിച്ചു. പക്ഷേ അന്ന് അനഘയ്ക്ക് ഒരു പ്രധാന മീറ്റിംഗ് ഉണ്ടെന്നും വരാൻ കഴിയില്ലെന്നും അവൾ പറഞ്ഞു. അതുകൊണ്ട് ഒറ്റയ്ക്കായിരുന്നു ഇഷാനി ക്ലയൻറ്റ് മീറ്റിങ്ങിനായി നഗരത്തിലെ പ്രമുഖ ഹോട്ടലിലേക്ക് എത്തിയത്. ലിഫ്റ്റിന് മുന്നിൽ കാത്തു നിൽക്കുമ്പോഴായിരുന്നു അവൾ രാഹുലിനെ കണ്ടത്. അവൻ വേഗത്തിൽ അകത്തേക്ക് കയറി. ഇഷാനി പിന്നിൽ നിന്ന് വിളിച്ചെങ്കിലും അവൻ കേട്ടില്ല. സംശയം തോന്നി അവൾ അവനെ പിന്തുടർന്നു. ഒടുവിൽ ഒരു റൂമിന് മുന്നിലെത്തി. രാഹുൽ അകത്ത് കയറി വാതിൽ പൂട്ടി. ഇഷാനി ഉടൻ തന്നെ അവനെ ഫോണിൽ വിളിച്ചു. പക്ഷേ കോൾ എടുക്കുന്നില്ല. ഹൃദയം ശക്തമായി ഇടിക്കുമ്പോൾ അവൾ വാതിൽ മുട്ടി. അല്പനേരത്തിന് ശേഷം വാതിൽ തുറന്നു. ഒരു ബാത്റൂമിൽ നിൽക്കുന്ന രാഹുലിനെ കണ്ടപ്പോൾ ഇഷാനി ഞെട്ടി. പക്ഷേ അതിലും വലിയ ഞെട്ടൽ അവളെ കാത്തിരുന്നു. റൂമിനകത്ത് ബെഡിൽ അല്പവസ്ത്രം ധരിച്ച് കിടന്നുകൊണ്ട് "രാഹുൽ, ഫുഡ് വന്നോ?" എന്നൊരു പെൺകുട്ടി ചോദിച്ചു. അത് അനഘയായിരുന്നു. ആ നിമിഷം സമയം നിശ്ചലമായതുപോലെ തോന്നി. ഇഷാനിയുടെ കണ്ണുകൾ നിറഞ്ഞു. "എന്തിന്?" ഇടറിയ ശബ്ദത്തിൽ അവൾ ചോദിച്ചു. "എന്തിനാ എന്നോടിത് ചെയ്തത്?" അനഘയുടെ മുഖത്ത് പുച്ഛം കലർന്നൊരു ചിരി വിരിഞ്ഞു. "കോളേജ് മുതൽ എല്ലാവർക്കും ഇഷ്ടമായിരുന്നത് നിന്നെയായിരുന്നു ഇഷാനി. വെറും സാധാരണ ഒരു പെൺകുട്ടിയായി നിന്നെ എൻ്റെ ഫ്രണ്ടാക്കിയത് പോലും എൻ്റെ ഔദാര്യമായിരുന്നു." അവൾ രാഹുലിനെ നോക്കി. "എന്നെപ്പോലൊരു റിച്ച് ആയ പെണ്ണിനെ വിട്ട് രാഹുൽ നിൻ്റെ കൂടെ വരുമെന്ന് നീ ശരിക്കും വിശ്വസിച്ചോ?" ഇഷാനി രാഹുലിനെ നോക്കി. അവൻ അനഘയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, "നീ എനിക്കൊരു ടൈം പാസ് മാത്രമായിരുന്നു ഇഷാനി." ആ വാക്കുകൾ ഇഷാനിയുടെ ഹൃദയം കീറിയെറിഞ്ഞു. ഒന്നും പറയാതെ അവൾ തിരിഞ്ഞു നടന്നു. കണ്ണുനീർ കാഴ്ച മറിച്ചിരുന്നെങ്കിലും അവൾ നടന്നെത്തിയത് ഹോട്ടലിൻ്റെ റൂഫ് ടോപ്പിലേക്കായിരുന്നു. തണുത്ത കാറ്റ് മുഖത്ത് തട്ടിയെങ്കിലും അവളുടെ ഉള്ളിലെ തീ അണഞ്ഞില്ല. എന്നൊക്കെ വിശ്വസിച്ചത് തന്നെ എൻ്റെ മിസ്റ്റേക്കാണ്, അവൾ മനസ്സിൽ പറഞ്ഞു. അപ്പോഴാണ് പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടത്. "ഒറ്റയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യാനാണോ അല്ലെങ്കിൽ മറക്കാനോ?" ഇഷാനി തിരിഞ്ഞു. കറുത്ത ഷർട്ട്, ഫോൾഡ് ചെയ്ത സ്ലീവ്സ്, തീക്ഷ്ണമായ കണ്ണുകൾ. അവളുടെ മുന്നിൽ നിന്നിരുന്ന ആൾ അപരിചിതനായിരുന്നു. "എക്സ്ക്യൂസ് മീ?" അവൾ ചോദിച്ചു. അവൻ ചെറുതായി ചിരിച്ചു. "ഈ മുഖം കണ്ടാൽ ഹാർട്ട് ബ്രേക്ക് ആണെന്ന് എനിവൺ ക്യാൻ ഗസ്." ഇഷാനി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. "സ്ട്രേഞ്ചേഴ്സിനെ അനലൈസ് ചെയ്യുന്നത് ഹോബിയാണോ?" അവൻ മറുപടി പറഞ്ഞു. "ബ്യൂട്ടിഫുള്ളായ സ്ട്രേഞ്ചേഴ്സിനെ മാത്രം." മഴ ശക്തമായി. പക്ഷേ അവർ രണ്ടുപേരും അവിടെ തന്നെ നിന്നു. "ദേവാൻഷ്." അവൻ കൈ നീട്ടി. ഇഷാനി മടിച്ചെങ്കിലും കൈ കൊടുത്തു. "ഇഷാനി." ആ സ്പർശത്തിൽ അവളുടെ ഉള്ളിൽ എന്തോ ഉണർന്നു. സംഭാഷണം പതുക്കെ ആഴത്തിലേക്ക് നീങ്ങി. ജീവിതം, വഞ്ചന, ഒറ്റപ്പെടൽ അപരിചിതമായിരുന്നെങ്കിലും അവർക്ക് തമ്മിൽ വിചിത്രമായൊരു കംഫർട്ടുണ്ടായി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ദേവാൻഷ് അവളെ നോക്കി. "ഒരു രാത്രി മാത്രം. നോ പാസ്റ്റ്, നോ ഫ്യൂച്ചർ. ജസ്റ്റ് ടു നൈറ്റ് എൻ്റെ ഒപ്പം." ഇഷാനിയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൾ പറഞ്ഞു, "നാളെ രാവിലെ നമ്മൾ സ്ട്രേഞ്ചേഴ്സ് അഗെയിൻ, അല്ലേ?" ദേവാൻഷ് കൈ നീട്ടി. "ഡീൽ?" ഇഷാനി തൻ്റെ വിരലുകൾ അവൻ്റെ കൈയിലേക്ക് ചേർത്തു. "ഡീൽ." ഹോട്ടൽ റൂമിൻ്റെ വാതിൽ അടഞ്ഞു. പുറത്ത് മഴയുടെ ശബ്ദം, അകത്ത് മങ്ങിയ വെളിച്ചം. ദേവാൻഷ് പതുക്കെ അവളിലേക്ക് നടന്നു. "സ്റ്റിൽ ഷുവർ?" ഇഷാനി അവനെ നോക്കി. മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ ദേവാൻഷ് അവളെ നോക്കി നിൽക്കുകയായിരുന്നു. കടും ചുവപ്പ് സാരിയുടെ മൃദുവായ തുണി അവളുടെ ശരീരവളവുകളെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. അഴിച്ചുവിട്ട മുടിയിഴകൾ തോളിലൂടെ വീണ് അവളുടെ കഴുത്തിൻ്റെ സൗന്ദര്യം കൂടുതൽ തെളിയിച്ചു. ആ കണ്ണുകൾ, അവയിൽ ഒരു വിചിത്രമായ ക്ഷണമുണ്ടായിരുന്നു. നാണവും ആഗ്രഹവും ചേർന്നൊരു ക്ഷണം. ദേവാൻഷ് പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു. അവൾ തിരിഞ്ഞ് അവനെ നോക്കിയ നിമിഷം അവർക്കിടയിലെ വായു പോലും ചൂടുപിടിച്ചു. ഇത്ര അടുത്ത് ഒരു പുരുഷനെ കാണുന്നത് ഇഷാനിക്ക് ആദ്യമായിരുന്നു. അവൻ്റെ ഉയരം, തോളുകളുടെ ഉറപ്പ്, ഷർട്ടിനടിയിലൂടെ കാണുന്ന ശരീരത്തിൻ്റെ കാഠിന്യം. അവളുടെ ഉള്ളിൽ എന്തോ തോന്നിച്ചു. ദേവാൻഷ് അവളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവൻ്റെ സുഗന്ധം അവളെ ചുറ്റി. അത് പുതുമയായിരുന്നു, അപരിചിതമായെങ്കിലും അസ്വസ്ഥമാകാത്ത പുതുമ.
എന്തിനെയാണിങ്ങനെ നോക്കുന്നത്? അവൻ ചെറുചിരിയോടെ ചോദിച്ചു. ഇഷാനിയുടെ കവിളുകൾ ചുവന്നു. നിന്നെ. ആ ഒരു വാക്ക് ദേവാൻഷിൻ്റെ കണ്ണുകളിൽ കൂടുതൽ തീ തെളിയിച്ചു. അവൻ കൈ ഉയർത്തി അവളുടെ കവിളിൽ പതുക്കെ സ്പർശിച്ചു. ആ സ്പർശം ഇഷാനിയെ മുഴുവൻ വിറപ്പിച്ചു. ഒരു പുരുഷൻ്റെ വിരലുകൾ ഇത്ര മൃദുവായും അതേസമയം ഇത്ര ശക്തമായും തന്നെ തൊടുമെന്ന് അവൾ കരുതിയിരുന്നില്ല. അവൻ്റെ വിരലുകൾ കവളിലൂടെ താഴേക്ക് നീങ്ങി, കഴുത്തിലൂടെ തോളിൻ്റെ വളവിൽ. നിമിഷങ്ങൾ തങ്ങി. ഇഷാനിയുടെ ശ്വാസം ഭാരമായി. അവൾ കണ്ണുകൾ അടച്ചു. ദേവാൻഷിൻ്റെ കൈയുടെ ചൂട് അവളുടെ ശരീരത്തിലുടനീളം പടർന്നു. അവൾക്കും ധൈര്യം വന്നു. പതുക്കെ കൈ ഉയർത്തി അവൻ്റെ നെഞ്ചിൽ സ്പർശിച്ചു. ഷർട്ടിൻ്റെ ഇടയിലൂടെ പോലും അവൻ്റെ ശരീരത്തിന് ഉറപ്പ് അവൾക്കറിയാമായിരുന്നു. അവളുടെ വിരലുകൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് തോളിലേക്കും കഴുത്തിലേക്കും നീങ്ങി. ദേവാൻഷ് ആ സ്പർശത്തിൽ കണ്ണുകളടച്ചു. ഇഷാനി. അവൻ്റെ ശബ്ദം കൂടുതൽ ആഴമായി. അവൾ കോളർ പിടിച്ച് അവനെ അടുപ്പിച്ചു. ഇപ്പോൾ അവർ തമ്മിൽ ശ്വാസത്തിൻ്റെ അകലം മാത്രം. അവൾ ഒന്നും പറയാതെ അവൻ്റെ ഷർട്ടിൻ്റെ ആദ്യ ബട്ടൺ അടിച്ചു. പിന്നെ രണ്ടാമത്തേത്. ദേവാൻഷ് ചെറുചിരിയോടെ അവളുടെ കൈ പിടിച്ചു. ഇത്രയും ഹറി? ഇന്നത്തെ രാത്രി ഷോർട്ടാണല്ലോ. അവളുടെ മറുപടി അവൻ്റെ നിയന്ത്രണം തകർത്തു. അടുത്ത നിമിഷം അവൻ അവളെ അടുപ്പിച്ചു. അവരുടെ ചുംബനം കൂടുതൽ ആഴമായി. അവൻ്റെ കൈകൾ അവളുടെ പുറത്ത് പതുക്കെ സഞ്ചരിച്ചപ്പോൾ ഇഷാനിയുടെ ശരീരം വിറച്ചു. അവൾ അവൻ്റെ കഴുത്തിൽ പിടിമുറുക്കി. ദേവാൻഷ് അവളുടെ കഴുത്തിലേക്ക് ചുംബനങ്ങൾ വിതറി. ഓരോ സ്പർശവും അവളുടെ ഉള്ളിൽ തീ പടർത്തി. ദേവാൻഷ്. അവൻ്റെ പേര് ആദ്യമായി അവളുടെ ചുണ്ടുകളിൽ നിന്ന് പുറത്തു വന്നു. ആ ശബ്ദം കേട്ടതോടെ അവൻ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. അവൻ്റെ വിരലുകൾ സാരിയുടെ അറ്റം പതുക്കെ നീക്കി. ഇഷാനി കണ്ണുകൾ അടച്ചു. അവളുടെ ശ്വാസത്തിൻ്റെ താളം മുറി നിറച്ചു. പുറത്ത് മിന്നൽ തെളിഞ്ഞപ്പോൾ അവരുടെ നിഴലുകൾ ചുവരിൽ ചേർന്നു. ആ രാത്രി അവർ തമ്മിലുള്ള ഓരോ നിമിഷവും മന്ദഗതിയിൽ ആസ്വദിച്ചുകൊണ്ട് അവൾക്ക് ഒരിക്കലും ലഭിക്കാത്ത കരുതലോടെ ദേവാൻഷ് അവളെ ചേർത്ത് പിടിച്ചു. വേഗമില്ലാതെ ഓരോ ചുംബനവും ഓരോ സ്പർശവും അവളെ പൂർണ്ണമായി സ്വന്തമാക്കുന്നത് പോലെ. ഇഷാനി അവൻ്റെ തോളിൽ നഖങ്ങൾ പതിപ്പിച്ച് അവൻ്റെ പേര് വീണ്ടും വിളിച്ചു. അത് കേട്ട് അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ടു നൈറ്റ് ഒൺലി യു, അവൻ പറഞ്ഞു. ദേവാൻഷിൻ്റെ കൈകൾ അവളുടെ അരയിൽ പതിഞ്ഞു. ആ സ്പർശത്തിൽ അവളുടെ ശരീരം സ്വാഭാവികമായി അവനിലേക്ക് ചേർന്നു. അവരുടെ നെഞ്ചുകൾ തമ്മിൽ സ്പർശിച്ച നിമിഷം ഇഷാനിയുടെ ഹൃദയം നിയന്ത്രണം വിട്ടുമിടിച്ചു. ഇത്ര അടുത്ത്, ഇത്ര യാഥാർത്ഥ്യമായി ഒരു പുരുഷൻ്റെ ചൂടും ഹൃദയമെടുപ്പും ശ്വാസവും അനുഭവിക്കുന്നത് അവൾക്ക് ആദ്യമായിരുന്നു. ദേവാൻഷ് അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. പിന്നെ കവിളിൽ, പിന്നെ അവളുടെ ചുണ്ടുകൾക്ക് മുകളിൽ. നിമിഷങ്ങൾ നിശ്ചലമായി നിന്നു. ആ കാത്തിരിപ്പാണ് അവളെ കൂടുതൽ വിറപ്പിച്ചത്. അവൾ തന്നെയാണ് ദൂരം അവസാനിപ്പിച്ചത്. അവൻ്റെ ചുണ്ടുകളെ തേടി ചേർന്നപ്പോൾ അവൾ മനസ്സിലാക്കി, ചില സ്പർശങ്ങൾ ശരീരത്തെ മാത്രമല്ല ആത്മാവിനെയും ഉണർത്തുമെന്ന്. ഇഷാനിയുടെ കവിളുകളിൽ നാണത്തിൻ്റെ ചുവപ്പ് പടർന്നു. അവളുടെ ശ്വാസത്തിൻ്റെ വേഗത ആ നിമിഷത്തിൻ്റെ തീവ്രത പതിഞ്ഞുകൊണ്ടിരുന്നു. ദേവാൻഷ് പതുക്കെ അടുത്തു വന്നു. അവൻ്റെ വിരലുകൾ അവളുടെ തോളിലൂടെ സഞ്ചരിച്ച് പിന്നെ സ്ത്രീത്വത്തിൻ്റെ മൃദുവായ വളവുകളിൽ ഒരു നിമിഷം നിശ്ചലമായി. ആ സ്പർശം ഇഷാനിയുടെ ഉള്ളിൽ മിന്നൽ കടത്തിവിട്ടു. അവൾ കണ്ണുകൾ അടച്ചു. ചുണ്ടുകൾ ചെറുതായി കടിച്ചു. ദേവാൻഷിൻ്റെ നിയന്ത്രണം ഓരോ നിമിഷവും കുറയുകയായിരുന്നു. അവൻ അവളുടെ ശരീരത്തിന് ചൂടും അവളുടെ വിറയലും അടുത്തറിഞ്ഞപ്പോൾ അവൻ്റെ ശ്വാസം ഭാരമായി. പതുക്കെ അവൻ മുഖം താഴ്ത്തി അവളുടെ നെഞ്ചിനരികിൽ മൃദുവായി ചുംബിച്ചു. ആ സ്പർശം ഇഷാനിയുടെ ശരീരത്തിലുടനീളം മിന്നൽ പോലെ പാഞ്ഞു. ദേവാൻഷ്, അവൾ അവൻ്റെ പേര് വിളിച്ചു. ആ ശബ്ദം കേട്ടതോടെ അവൻ കൂടുതൽ ആഴത്തിൽ അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ ചുംബനങ്ങൾ പതുക്കെ താഴേക്ക് നീങ്ങി. അവളുടെ കഴുത്തിൽ നിന്ന് തോളിലേക്ക്, അവിടെ നിന്ന് അവളുടെ വയറ്റിൻ്റെ മൃദുവായ വളവിലേക്ക്. ഓരോ സ്പർശവും അവളെ കൂടുതൽ ഉണർത്തി. ദേവാൻഷിൻ്റെ വിരലുകൾ അവളുടെ വസ്ത്രങ്ങളുടെ അറ്റങ്ങളിൽ തങ്ങി. ഒരു നിമിഷം അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൾ ചെറുതായി തലകുനിച്ചു. ആ സമ്മതം മാത്രം മതി. അവൻ അതീവ സൂക്ഷ്മതയോടെ ശേഷിച്ച തുണികളും പതുക്കെ മാറ്റി. ആ നിമിഷം ഇഷാനിക്ക് തന്നെ മുഴുവൻ അവൻ്റെ മുന്നിൽ തുറന്നു നിൽക്കുന്ന അനുഭവം ഭയത്തേക്കാൾ വിശ്വാസം തോന്നിച്ചു. ദേവാൻഷ് അവളെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അതിനേക്കാൾ അവളെ ആരാധിക്കുന്നൊരു വിസ്മയം. പിന്നെ അവൻ താഴേക്ക് കുനിഞ്ഞു. അവളുടെ കാൽപാദങ്ങൾ മൃദുവായി കൈകളിൽ എടുത്തു. ഓരോ വിരലിലും മൃദുവായ ചുംബനങ്ങൾ. ഇഷാനി വിറച്ചു. ഇത്ര സൂക്ഷ്മമായ സ്നേഹം അവൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. അവൻ്റെ ചുംബനങ്ങൾ പതുക്കെ മുകളിലേക്ക് നീങ്ങി, കണങ്കാലിലൂടെ, കാലുകളുടെ മൃദുവായ വളവുകളിലൂടെ. ഓരോ നിമിഷവും അവളുടെ ശരീരത്തിൽ പുതുമയുള്ള അനുഭൂതി ഉണർത്തി. ഇഷാനി ബെഡിൻ്റെ അരികിൽ അവൻ്റെ മുടിയിൽ വിരലുകൾ കോർത്തു. അവളുടെ ശ്വാസം കൂടുതൽ വേഗത്തിലായി. ദേവാൻഷ് മുകളിലേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ നാണത്തേക്കാൾ അവനെ ആഗ്രഹിക്കുന്ന ക്ഷണം. അവൻ വീണ്ടും എഴുന്നേറ്റ് അവളുടെ അരയെ ചേർത്ത് പിടിച്ചു. പിന്നെ അവളുടെ ചുണ്ടുകളിലേക്ക് തിരികെ എത്തി. ആ ചുംബനത്തിൽ അവരുടെ ഇടയിലെ എല്ലാ ദൂരവും പൂർണ്ണമായി ഇല്ലാതായി. പുറത്ത് മഴ പെയ്തുകൊണ്ടിരുന്നു. അകത്ത് അവർ പരസ്പരം ഓരോ സ്പർശനത്തിലൂടെയും പതുക്കെ പൂർണ്ണമായി കണ്ടെത്തുകയായിരുന്നു.
ഓരോ സ്പർശവും ഓരോ നിശ്വാസവും അവരെ കൂടുതൽ അടുപ്പിച്ചു. ആ രാത്രിയിൽ വാക്കുകൾ കുറവായിരുന്നു, പക്ഷേ നിശബ്ദത പോലും പലതും പറഞ്ഞിരുന്നു. വഞ്ചനയിൽ തകർന്നൊരു ഹൃദയം അപരിചിതനായ ഒരാളുടെ സാന്നിധ്യത്തിൽ ആശ്വാസം കണ്ടെത്തിയ രാത്രി. പ്രഭാതം വന്നപ്പോൾ ദേവാൻഷ് ഉറക്കത്തിലായിരുന്നു. ഇഷാനി പതുക്കെ എഴുന്നേറ്റു. ഒരു നിമിഷം അവനെ നോക്കി നിന്നു. പിന്നെ ടേബിളിൽ ഇരുന്ന ഒരു പേപ്പറിൽ കുറിച്ചു, താങ്ക്സ് ഫോർ ദ നൈറ്റ്, ലെറ്റ് ദിസ് റിമെയിൻ എ ബ്യൂട്ടിഫുൾ മെമ്മറി. അവൾ തിരിഞ്ഞു നടന്നു. പക്ഷേ അവൾ അറിഞ്ഞിരുന്നില്ല അത് അവരുടെ അവസാന കണ്ടുമുട്ടൽ അല്ലായിരുന്നു എന്ന്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ വീട്ടിലെത്തിയ രാഹുലിനെയും ഫാമിലിയെയും കാണാൻ ഹാളിലേക്ക് കയറിയ ഇഷാനി വാതിൽക്കൽ നിശ്ചലമായി. അവളുടെ മുന്നിൽ ചെറുചിരിയോടെ നിന്നത് ദേവാൻഷായിരുന്നു. വെൽക്കം ടു അവർ ഫാമിലി മിസ് ഇഷാനി. അവളുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. അവരുടെ വൺ നൈറ്റ് സ്റ്റാൻഡ് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.